എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിതാ മഹേശ്വരൻ. ഇന്ന് ശ്രീമദ് വാൽമീകി രാമായണത്തിൻ്റെ ബാലകാണ്ഡത്തിലെ 40-ാമത്തെ സർഗമാണ് നമ്മൾ പഠിക്കാൻ പോണത്. കഴിഞ്ഞ സർഗങ്ങളിൽ പറഞ്ഞു നിർത്തിയത് സഗരൻ്റെ പ്രേരണ നിമിത്തം മക്കളായിട്ടുള്ള 60,000 പേര് യാഗം മുടക്കം വരാതിരിക്കാൻ വേണ്ടിയിട്ട് യാഗാശ്വത്തെ അന്വേഷിച്ചു കൊണ്ടുപോയി. പല ദിക്കിലും അന്വേഷിച്ചിട്ടും കിട്ടിയില്ല എന്നുള്ളതാണ്. അതൊക്കെ അച്ഛനോട് വന്ന് പറഞ്ഞപ്പോഴും പിന്നെയും കുഴിച്ചോളാൻ ഭൂമി മുഴുവനും ഭേദനം ചെയ്തിട്ട് കുഴിച്ചിട്ട് അവിടെ ഉണ്ടോ കുതിര, അല്ലെങ്കിൽ കുതിരയെ ആരാണ് കട്ടുകൊണ്ടുപോയത് എന്നുള്ളതൊക്കെ അറിയാൻ വേണ്ടി പറഞ്ഞയക്കുകയാണ് ചെയ്തത്. ഇതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ലോകത്തിൻ്റെ സുസ്ഥിതി തന്നെ മാറിപ്പോയി. ഇതൊക്കെ ദേവന്മാരെ വല്ലാതെ പരിഭ്രാന്തരാക്കി. അവരൊക്കെ ബ്രഹ്മാവിനോട് വന്ന് പറഞ്ഞു എന്നാണ് പറഞ്ഞു നിർത്തിയത്. ഇനി എന്താ ഉണ്ടാവുന്നതെന്ന് നോക്കാം. 1-ാമത്തെ ശ്ലോകം നോക്കാം. ദേവതാനാം വച ശ്രുത്വാ ഭഗവാൻ വൈ പിതാമഹ പ്രത്യുവാച സുസന്ത്രസ്താൻ കൃതാന്തബലമോഹിതാൻ. ദേവതാനാം വച ശ്രുത്വാ, ദേവതകളുടെ അവരുടെ ദേവന്മാർ ബ്രഹ്മാവിൻ്റെ അടുത്ത് വന്ന് ഈ പരാതികൾ, അല്ലെങ്കിൽ ഭൂമിയുടെയും പ്രപഞ്ചത്തിൻ്റെയും ഒക്കെ തന്നെ ദുസ്ഥിതിയെപ്പറ്റി പറഞ്ഞു കൊടുത്ത ദേവന്മാർ, 33 ദേവന്മാരെന്ന് പറയുന്നുണ്ട്. അവരുടെ ആ പേടി കണ്ടിട്ട്, അവരുടെ വാക്ക് കേട്ടിട്ട് ദേവതാനാം വചശ്രുത്വ ഭഗവാൻ വൈ പിതാമഹ, പിതാമഹനായിട്ടുള്ള ആ ഭഗവാൻ ബ്രഹ്മദേവൻ പ്രത്യുവാച, മറുപടി പറഞ്ഞു. അതായത് ഇതൊക്കെ നിർത്തണ്ടേ, നമ്മളായിട്ട് അതിൽ ഇടപെടണോ എന്നുള്ളതൊക്കെയാണ് ദേവന്മാരൊക്കെ ചോദിക്കുന്നത്. അപ്പോൾ ഇവരുടെ വാക്ക് കേട്ടു. അതുപോലെ തന്നെ അവരെങ്ങനെയാണ് അവരുടെ രൂപം, അവരെ എങ്ങനെയാണ് കണ്ടതെന്ന് പറയാണ്. സുസന്ത്രസ്താൻ കൃതാന്ത ബലമോഹിതാൻ, അവർ വല്ലാതെ പേടിച്ചരണ്ടവരായിരുന്നു. സുസന്ത്രസ്തന്മാർ, ത്രസ്തന്മാരെന്നൊക്കെ പറഞ്ഞാൽ പേടിച്ചരണ്ടവരെന്നർത്ഥം. വല്ലാതെ പേടിച്ചിട്ടുണ്ട്. മാത്രമല്ല കൃതാന്ത ബലമോഹിതാൻ, കൃതാന്ത ബലം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ലോകത്തെ മുഴുവനും നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് സഗരൻ്റെ മക്കളാണല്ലോ. അവർ തന്നെയാണ് കൃതാന്തന്മാരെന്നുള്ളത് കൊണ്ട് ശരിക്കും ഉദ്ദേശിക്കുന്നത് യമനെയാണ്, അന്തകനെയാണ്. അന്തകനെ പോലെ വർത്തിക്കുന്നവരായ ഈ സഗരപുത്രന്മാരെ കണ്ട്, അവരുടെ ശക്തി കണ്ട് വല്ലാതെ പേടിച്ചു പോയവരായ, വിറയ്ക്കുന്നവരായിട്ടുള്ള ദേവന്മാരുടെ വാക്കുകൾ കേട്ടിട്ട് സുസന്ത്രസ്താൻ കൃതാന്തബലമോഹിതാൻ, അങ്ങനെ അതായത് അവരുടെ വാക്കുകൾ കേട്ടു. മാത്രമല്ല അവരെ ഇങ്ങനെ കാണുകയും കൂടി ചെയ്തു. വല്ലാതെ പേടിച്ചരണ്ടവരായി, എല്ലാത്തിൻ്റെയും നിലനിൽപ്പ് തന്നെ മാറിപ്പോവും എന്നുള്ള അവസ്ഥയിലേക്കായി എന്ന് മനസ്സിലാക്കിയിട്ട് ബ്രഹ്മാവ് അവരോട് മറുപടി പറഞ്ഞു. പ്രത്യുവാച, എന്താണ് മറുപടി പറഞ്ഞത്? അതാണ് 2-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു തുടങ്ങുന്നത്. യസ്യേയം വസുധാ കൃത്സ്ന വാസുദേവസ്യ ധീമത മഹിഷീ മാധവസ്യൈഷ സയേവ ഭഗവാൻ പ്രഭു കപിലം രൂപമാസ്ഥായ ധാരയത്യനിശം ധരാം തസ്യ കോപാഗ്നിനാ ദഗ്ധാ ഭവിഷ്യന്തി നൃപാത്മജാഃ. യസ്യേയം വസുധാ കൃത്സ്ന, ഇയം കൃത്സ്ന വസുധ. നമ്മൾ ഈ കാണുന്നതായ ഭൂമി ഉണ്ടല്ലോ, വസുധ എന്ന് പറഞ്ഞാൽ ഭൂമിയാണ്. ആ ഭൂമിയൊക്കെ തന്നെ ആരുടേതാണ്? വാസുദേവസ്യ ധീമതഃ വാസുദേവസ്യ മാധവസ്യ മഹിഷി. വസുദേവരുടെ പുത്രനായതിന് ശേഷമല്ല ശ്രീകൃഷ്ണന് വാസുദേവൻ എന്ന് പറഞ്ഞത്, പേര് വന്നത് നേരത്തെ തന്നെ ഉണ്ട്. വാസുദേവൻ എന്നുള്ളത് ഈ സമസ്ത ലോകങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന ഭഗവാൻ എന്നുള്ള അർത്ഥത്തിലാണ് പറയണത് എന്ന്. ഭഗവാൻ വാസുദേവോത്ര കീർത്യതേ സനാതന, കീർത്യതേത്ര സനാതന എന്ന് ഗീതയിലൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ വാസുദേവൻ എന്നുള്ളത് കൊണ്ട് വസുദേവരുടെ ദേവകിയുടെയും പുത്രനായിട്ടുള്ള ശ്രീകൃഷ്ണൻ എന്നുള്ള അർത്ഥത്തിലല്ല, ലോകം മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യ സ്വരൂപമായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയുള്ള ആ വാസുദേവന്റെ മാധവൻ എന്ന് പറഞ്ഞാലും ഭഗവാൻ മഹാവിഷ്ണു എന്ന് തന്നെയാണ് അർത്ഥം. മാ എന്ന് പറഞ്ഞാൽ ലക്ഷ്മി ദേവിയാണ്. ലക്ഷ്മി ദേവിയുടെ ധവൻ, കാന്തൻ ആയിട്ടുള്ളവൻ. ഭഗവാന് 2 പത്നിമാരുണ്ടല്ലോ, ഒന്ന് ഭൂമിയും മറ്റൊന്ന് ലക്ഷ്മി ദേവിയും. വളരെ പ്രസിദ്ധമാണ് ഈ 2 പത്നിമാര്. ശങ്കരാചാര്യര് വിഷ്ണു ഭുജംഗത്തിൽ തന്നെ പറയുന്നുണ്ടല്ലോ, ശ്രിയാശാതകുംഭദ്യുതി സ്നിഗ്ധകാന്ത്യ ധരണ്യാ ച ദൂർവാദളശ്യാമളാംഗ്യ
കളത്രദ്വയേന മുനാ തോഷിതായ ത്രിലോകീഗൃഹസ്ഥായ വിഷ്ണോ നമസ്തേ എന്ന് പറയുമ്പോൾ അവിടെ വരുന്നുണ്ട് ശ്രീയാ ശാതകുംഭദ്യുതി സ്നിഗ്ധകാന്ത്യ, സ്വർണത്തിന്റെ നിറമുള്ളവളായ ശ്രീഭഗവതിയോടുകൂടിയവനും ധരണ്യാച ദൂർവാദള ശ്യാമളാങ്ക്യ, ദൂർവാദളം എന്ന് പറഞ്ഞാൽ കറുകയാണ്, കറുകപ്പുല്ലിന്റെ കാന്തിയുള്ളവളായ കറുത്തിരുണ്ട സുന്ദരിയായിട്ടുള്ള ഭൂമി. അങ്ങനെ രണ്ട് പത്നിമാരാൽ ശോഭിക്കുന്നവനായ കുടുംബി ആയിട്ടുള്ള ഗൃഹസ്ഥനായിട്ടുള്ള മഹാവിഷ്ണുവിനെയാണ് അവിടെ വന്ദിക്കുന്നത്. അതുപോലെ ഈ ഭൂമി മുഴുവനും ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ ഭാര്യയാണ്. അതാണ് യസ്യ ധീമതഃ വാസുദേവസ്യ മാധവസ്യ ഇയം കൃത്സ്നാ വസുധ മഹിഷി പട്ടമഹിഷി, ആ മാധവന്റെ പത്നിയാണ് ഈ കാണുന്ന ഭൂമി മുഴുവൻ. അതുകൊണ്ട് തന്നെ ഭൂമിയെ നശിപ്പിക്കുന്നവരോട് നമ്മൾ പകരം ചോദിക്കേണ്ട കാര്യമില്ല, ഭഗവാൻ തന്നെ അതിൽ ഇടപെട്ടോളും. അതാണ് സയേവ ഭഗവാൻ പ്രഭുവു, ഭഗവാനാണ് ഈ ഭൂമിയുടെ മുഴുവനും പ്രഭുവായിരിക്കുന്നത്. ഇതിൻ്റെ മുഴുവനും ഉത്തരവാദിത്വം ഭഗവാനിലാണ്. അതുകൊണ്ട് അതിനെ നശിപ്പിക്കുന്നവർക്കുള്ള ശിക്ഷ കൊടുക്കാനും ഭൂമിയെ രക്ഷിക്കാനുമൊക്കെ ഭഗവാൻ തന്നെ ഇടപെടും എന്നുള്ളതാണ് ബ്രഹ്മാവ് ദേവന്മാരെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നത്. ഭഗവാൻ എന്താ ചെയ്യാൻ പോണത്? കപിലം രൂപമാസ്ഥായ ധാരയത്യനിശം ധരാം, കപില രൂപം ധരിച്ചുകൊണ്ട് കപില വസുദേവർ കപിലമുനിയായി തീർന്നിട്ട് ആ ഭഗവാൻ എന്ത് ചെയ്യാൻ പോവുകയാണ്? ഭൂമിയെ ഈ താങ്ങി നിർത്തുക തന്നെ ചെയ്യും. ഭൂമിയെ തൻ്റെ കൈകളിലെടുത്ത് അതിൽ വന്ന മുറിപ്പാടുകൾ, അതായത് ഈ സകരപുത്രന്മാർ മുറിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, കുഴിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, അതിൽ നിന്നൊക്കെയുള്ള മോചനം കൊടുക്കുന്നത് ഭഗവാൻ തന്നെയാണ്. ഭഗവാൻ മഹാവിഷ്ണുവായിട്ടല്ല, കപിലൻ എന്നുള്ള മുനിയുടെ രൂപം ധരിച്ചു കൊണ്ടുവന്നിട്ട് ഈ ഭൂമിയെ സംരക്ഷിച്ചുകൊള്ളും. കപിലം രൂപം ആസ്ഥായ, കപിലന്റെ രൂപം ധരിച്ചിട്ട് ധരാം അനിശം ധാരയതി, ഭൂമിയെ തീർച്ചയായിട്ടും ഭഗവാൻ തന്നെ താങ്ങി നിർത്തിക്കൊള്ളും, നശിക്കാതെ സംരക്ഷിച്ചുകൊള്ളും. തസ്യ കോപാഗ്നിന, മാത്രമല്ല ആ കപിലമുനിയുടെ കോപാഗ്നിയിൽ എന്ത് സംഭവിക്കും? നൃപാത്മജാഹ ദഗ്ധാഹ ഭവിഷ്യന്തി, ഈ രാജകുമാരന്മാരൊക്കെ സകരന്റെ പുത്രന്മാരെല്ലാവരും തന്നെ ഭസ്മമായി പോകും, കത്തി ഭസ്മമായി പോവുകയും ചെയ്യും. അപ്പോൾ ഇതൊക്കെ വരാൻ പോണതാണ്. നിങ്ങളിപ്പോൾ തന്നെ ഇങ്ങനെയൊക്കെ ഭൂമിക്കും പർവ്വതങ്ങൾക്കും ആകാശത്തിനും കടലിനുമൊക്കെ വളരെ വലിയ അസ്വസ്ഥതകൾ ഉണ്ടായി ഇവരുടെ കുഴിക്കൽ കൊണ്ട് എന്നൊന്നും പറഞ്ഞ് പേടിച്ച് നടക്കണ്ട. അതിൽ നിന്നൊക്കെ രക്ഷിക്കാൻ ഭഗവാൻ തന്നെ കപിലമുനിയായിട്ട് വരുന്നുണ്ട്. അങ്ങനെ ഭൂമിയെ രക്ഷിക്കുകയും ചെയ്യും. ഈ സകരപുത്രന്മാരെ, ബലശാലികളാണ് എന്തൊക്കെ പറഞ്ഞാലും അവർ ചെയ്യുന്ന പ്രവൃത്തി ശരിയല്ല, അതുകൊണ്ട് അവരെ വധിക്കുക എന്നുള്ളത് കപിലൻ തന്നെ ചെയ്തോളും, ഭഗവാൻ മഹാവിഷ്ണു തന്നെ ചെയ്തോളും, നമ്മൾ അതിൽ ഇടപെടേണ്ട കാര്യമില്ല എന്ന് ബ്രഹ്മാവ് അവരെ ആശ്വസിപ്പിക്കുകയാണ്. എന്നിട്ട് പറയാണ് 4-ാമത്തെ ശ്ലോകത്തിൽ, പൃഥിവ്യാശ്ചാപി നിർഭേദാ ദൃഷ്ടയേവ സനാതന സഗരസ്യ ച പുത്രാണാം വിനാശോ ദീർഘദർശിനാം. ഇവിടെ ശ്ലോകത്തിൻ്റെ അവസാനത്തിൽ ദീർഘദർശിനാം എന്നുള്ള പാഠമാണ് ഞാൻ നോക്കണ പുസ്തകത്തിൽ കാണുന്നത്. അങ്ങനെയല്ലാതെ മറ്റൊരു പാഠം കൂടിയുണ്ട്, വിനാശോ ദീർഘജീവിനാം, അദീർഘജീവിനാം എന്നുള്ളൊരു പാഠം കൂടി കാണാനുണ്ട്. അതിൻ്റെ അർത്ഥം വേറെയാണ്. അർത്ഥം പറയുമ്പോൾ അതിൽ സൂചിപ്പിക്കാം. പൃഥിവ്യാശ്ചാപി നിർഭേദ സനാതന ഏവ ദൃഷ്ട, ഭൂമിക്ക് ഇവരുണ്ടാക്കിയതായ വലിയൊരു പിളർപ്പുണ്ടല്ലോ, ഒരു വലിയ കുഴി, 60,000 യോജന വലിപ്പമുള്ളതായിട്ടുള്ള ഒരു പിളർപ്പ്, അത് ഓരോ കാലഘട്ടങ്ങളിലും ഉണ്ടാവേണ്ടതാണ്. അത് ഭൂമിക്ക് ഉണ്ടാവുക തന്നെ ചെയ്യും, അത് മാറ്റലുണ്ടാവില്ല. അതായത് ഭൂമിയെ രക്ഷിക്കണോ എന്ന് പറയണത് കൊണ്ട് ഈ ഒരു വലിയ വിടവ് അല്ലെങ്കിൽ വലിയൊരു ഭേദം, ഒരു ആഴത്തിലുള്ള ഒരു മുറിവ്, കുഴി, അത് മൂടാനൊന്നും പോണില്ല, അതങ്ങനെ തന്നെ ഉണ്ടാകും. പൃഥിവ്യാഹ നിർഭേദ, പൃഥിവിക്കുണ്ടാകുന്നതായ ഭേദം, അതായത് ഇവിടെ മുറിവ് എന്നർത്ഥം, അത് ആ കുഴി സനാതന ഏവ ദൃഷ്ട, സനാതനമായിട്ട് തന്നെ കാണപ്പെടുന്നു. അത് ആ കുഴി മൂടുന്നതായിട്ടൊന്നും തോന്നുന്നില്ല, ഭഗവാൻ അതിലൊന്നും ഇടപെടാൻ പോകുന്നില്ല. പക്ഷെ വേറൊരു കാര്യം ഉണ്ടാവും, സഗരസ്യ പുത്രാണാം ദീർഘദർശിനാം വിനാശ ദൃഷ്ട, അതും കാണാനുണ്ട്. ദീർഘദർശികളായിട്ട്, അതായത് മുൻകൂട്ടി കാര്യങ്ങൾ കണ്ട് പ്രവർത്തിക്കുന്നവരായിട്ടുള്ള അങ്ങനെയുള്ള സകരപുത്രന്മാർ എന്നൊരർത്ഥം. മറ്റൊരർത്ഥം ഇവിടെ പറഞ്ഞത് അദീർഘജീവിനാം എന്നാണ്. അതായത് ശാശ്വതമായിട്ട് ജീവിതം ഉള്ളവർ അല്ല,
പെട്ടെന്ന് അല്പായുസുകൾ എന്നർത്ഥം. മനുഷ്യരൊക്കെ അങ്ങനെയാണല്ലോ. അല്പായുസുകളായിട്ടുള്ള സഗരപുത്രന്മാരുടെ വിനാശവും ഞാൻ കാണുന്നുണ്ട്. ഭൂമിക്കുണ്ടായ വിടവ് അല്ലെങ്കിൽ ആ കുഴി മൂടിപ്പോണത് കാണുന്നുമില്ല. അത് എന്നേക്കുമായിട്ട് ഇവിടെ നിലനിൽക്കും. എന്നാൽ ഇതുണ്ടാക്കിയ സഗരപുത്രന്മാരെ ഭഗവാൻ ശാപം കൊണ്ട് ഭസ്മമാക്കി കളയും എന്നുള്ളതും എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് എന്ന് ബ്രഹ്മാവ് ഇവരെ ആശ്വസിപ്പിക്കുകയാണ്. അങ്ങനെ ആശ്വസിപ്പിച്ചപ്പോൾ എന്താ ഉണ്ടായത്? 5ാമത്തെ ശ്ലോകം നോക്കാം. പിതാമഹവച ശ്രുത്വാ ത്രയസ്ത്രിംശദരിന്ദമാ ദേവാഃ പരമസംഹൃഷ്ടാഃ പുനർജഗ്മുർയഥാഗതം. പിതാമഹവച ശ്രുത്വാ, പിതാമഹൻ ബ്രഹ്മാവിൻ്റെ വാക്കുകൾ കേട്ടിട്ട് ദേവാഹ, ആ ദേവന്മാരെല്ലാവരും തന്നെ പരമസംഹൃഷ്ടാഹ, വളരെയധികം സന്തോഷവാന്മാരായി. ഹാവു, ഇനി നമ്മൾ ഇടപെടേണ്ട കാര്യമൊന്നുമില്ലല്ലോ, ഇതിനുള്ള നടപടികൾ ഭഗവാൻ തന്നെ എടുത്തോളും എന്നുള്ള സന്തോഷത്തോടു കൂടിയിട്ട് ത്രയസ്ത്രിംശത് അരിന്ദമാഹ. ത്രയസ്ത്രിംശത് എന്നുള്ളതിൻ്റെ ആ വാക്കിൻ്റെ അർത്ഥം 33. അരിന്ദമാഹ എന്ന് പറഞ്ഞാൽ ശത്രുക്കളെ നിഹനിക്കുന്നവരായ ദേവാഹ, ദേവന്മാര് എന്നർത്ഥം. വേറൊരു ദിക്കില് അരിന്ദമ, ശത്രുക്കളെ ഹനിക്കുന്നവനെ, ശത്രുക്കളെ വധിക്കുന്നവനെ എന്നുള്ള സംബോധനയായിട്ട്, ശ്രീരാമന്റെ സംബോധനയായിട്ടും കാണാനുണ്ട്. ഇവിടെ ദേവന്മാരുടെ വിശേഷണമായിട്ടാണ് പറയണത്. അങ്ങനെയുള്ള ദേവന്മാര് വളരെയധികം സന്തോഷവാന്മാരായിട്ട് യഥാഗതം പുനർജഗ്മു, എവിടെ നിന്നാണോ വന്നത് അവിടേക്ക് തന്നെ തിരിച്ചുപോയി. ആരായിരുന്നു ഈ 33 ദേവന്മാരെ? 30 മുക്കോടി ദേവന്മാരെ എന്നൊക്കെ കേട്ടിട്ടുണ്ട്. 33 ദേവന്മാരെന്ന് പറയണത് 8 വസുക്കള്, 11 രുദ്രന്മാര്, 12 ആദിത്യന്മാര്, 2 അശ്വനി ദേവതകള്, അങ്ങനെ 33 ദേവന്മാര്. അവരെ സന്തോഷവാന്മാരായിട്ട് ബ്രഹ്മാവിൻ്റെ വാക്കുകൾ കേട്ടിട്ട് തിരിച്ച് അവരുടെ സ്വസ്ഥാനത്തേക്ക് മടങ്ങുകയും ചെയ്തു. ഇനി സഗരന്മാരുടെ കാര്യം പറയാണ്. സഗരസ്യ ച പുത്രാണാം പ്രാദുരാസീൻ മഹാസ്വന പൃഥിവ്യാം ഭിദ്യമാനായാം നിർഘാത സമനിസ്വന. സഗരന്റെ പുത്രന്മാരിങ്ങനെ കുഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. അതാണ് സഗരസ്യ ച പുത്രാണാം, സഗരന്റെ പുത്രന്മാർക്ക് വലിയൊരു ശബ്ദം കേൾക്കുമാറായി. പ്രാദുരാസീൻ മഹാസ്വനഃ, പലതരത്തിലുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചിട്ട് ഭൂമി ഇങ്ങനെ കുഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ വലിയൊരു ശബ്ദം, ഈ കുഴിക്കണതിൻ്റെ ശബ്ദത്തിൻ്റെ കൂടെ തന്നെ മറ്റൊരു ശബ്ദവും അവർക്ക് കേൾക്കാറായി. പൃഥിവ്യാം ഭിദ്യമാനായാം നിർഘാത സമനിസ്വനഃ, പൃഥിവ്യാം ഭിദ്യമാനായാം, ഭൂമി കുഴിച്ചുകൊണ്ടിരിക്കുന്നവരായ ആ സഗരന്റെ പുത്രന്മാർക്ക് നിർഘാതത്തിന് തുല്യമായിട്ടുള്ളൊരു ശബ്ദം, ഇടിയൊലി പോലെ, ഭയങ്കരമായിട്ട് ഇടിവെട്ടുന്നത് പോലെ ഒരു ശബ്ദം ഉള്ളിൽ നിന്ന്, ഇവർ കുഴിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് പ്രാദുരാസീത്, അവിടെ നിന്ന് പുറത്തേക്ക് വരികയും ചെയ്തു. അപ്പോൾ അവരെന്താ ചെയ്തത്? തതോ ഭിത്വാ മഹീം സർവാം കൃത്വാ ചാപി പ്രദക്ഷിണം സഹിതാ സാഗരാ സർവേ പിതരം വാക്യമബ്രുവൻ. ആ ശബ്ദം കേട്ടതിന് ശേഷം അവര് ഭൂമിയെ മുഴുവനും ഭേദിച്ച് രസാതലത്തിലേക്കോ അതല്ലെങ്കിൽ അതിൻ്റെ താഴെയുള്ള ഏതോ ഒരു പ്രദേശത്തേക്ക് എത്തി. അത് പൊട്ടിവീഴുന്ന ശബ്ദമായിരുന്നു. അതായത് ഭൂമിക്ക് വലിയൊരു ദ്വാരമുണ്ടായതിൻ്റെ ശബ്ദമായിരുന്നു അവർ കേട്ടത്. തതോ ഭിത്വാ മഹീം സർവാം, ഈ ഭൂമിയെ മുഴുവനും പിളർന്നു കഴിഞ്ഞതിന് ശേഷം കൃത്വാചാപി പ്രദക്ഷിണം, ആ ഭൂമിയെ പ്രദക്ഷിണം വച്ചിട്ട് സഹിതാഹ സാഗരാഹ സർവേ, ആ സാഗരന്മാരെല്ലാവരും കൂടി ചെന്ന് പിതരം വാക്യം അബ്രുവൻ, അച്ഛനായിട്ടുള്ള സഗരനോട് ഇപ്രകാരം പറഞ്ഞു എന്നാണ് 7ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. അപ്പോൾ ഇവർ കുഴിച്ച് ഭൂമിയുടെ ഒരു ഭാഗത്ത് ഭൂമി ഇല്ലാതെയായി. അവിടെ അവരെ പ്രദക്ഷിണം വെച്ച് നമസ്കരിച്ചിട്ട് അച്ഛൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് പറയാണ്. എന്താണ് പറയണത് എന്നുള്ളത് നമുക്ക് അടുത്ത ദിവസം നോക്കാം. ഇന്നത്തെ ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലാം. ദേവതാനാം വചശ്രുത്വാ ഭഗവാൻ വൈ പിതാമഹ പ്രത്യുവാച സുസന്ത്രസ്താൻ കൃതാന്തബലമോഹിതാൻ യസ്യേയം വസുധാകൃത്സ്നാ വാസുദേവസ്യ ധീമതഃ महिषी माधवस्यैषा स एव भगवान् प्रभु कपिलं रूपमास्थाय धारयत्यनिशं धरां तस्य गोपग्निना दग्धा भविष्यन्ति नृपात्मजाः पृथिव्याश्चापि निर्भेदो दृष्ट एव सनातनः सगरस्य च पुत्राणां विनाशो दीर्घदर्शिनां पितामहवच श्रुत्वा त्रयस्त्रिंशदरिन्दमाः देवाः परमसंहृष्टाः पुनर्जग्मुर्यथागतम्
സഗരസ്യ ച പുത്രാണാം പ്രാദുരാസീൻ മഹാസ്വന പൃഥിവ്യാം ഭിദ്യമാനായാം നിർഘാതസമനിസ്വന തതോ ഭിത്വാ മഹീം സർവാം കൃത്വാ ചാപി പ്രദക്ഷിണം സഹിതാ സാഗരാ സർവേ പിതരം വാക്യമബ്രുവൻ. ബാക്കി ഭാഗങ്ങൾ അടുത്ത ദിവസം നോക്കാം. സുന്ദരമായിട്ടുള്ള ശ്ലോകങ്ങൾ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.